വാട്സാപ്പിൽ ഒരാൾ മെസ്സേജ് അയച്ചിട്ട് ഉടനെ തന്നെ ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്നും അത് ഒരു ആപ്ലിക്കേഷന്റെയും സഹായമില്ലാതെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇത് മൊബൈലിന്റെ അകത്ത് തന്നെ ഉള്ള ഒരു സെറ്റിംഗ്സ് ആണ്. എന്നാൽ എല്ലാ മൊബൈലിലും ഈ സെറ്റിംഗ്സ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പല ആളുകളും പറയുന്നത് ഞങ്ങളുടെ മൊബൈലിലൊന്നും ഇങ്ങനെ ഒരു സെറ്റിംഗ്സ് ഇല്ല എന്നാണ്. എന്നാൽ ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡിലൂടെ നമുക്ക് ആര് മെസ്സേജ് അയച്ച് ഇതുപോലെ ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് ടെക്സ്റ്റ് മെസ്സേജ് മാത്രമല്ല, വോയിസ് മെസ്സേജും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. പരസ്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പെർമിഷൻ ചോദിക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾ അലോ കൊടുക്കുക. ഓക്കെ, വീണ്ടും ഇതുപോലെ പെർമിഷൻ ചോദിക്കും. ഇവിടെ അലോ ഓൾ എന്ന ഭാഗം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഈ രൂപത്തിൽ കാണിക്കും. ഇവിടെയും അലോ പെർമിഷൻ കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഫോൾഡർ തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ദിസ് ഫോൾഡർ എന്ന ഭാഗം തന്നെ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് പോവുകയാണ്. ഓക്കെ, വീണ്ടും നെക്സ്റ്റ് പോവുകയാണ്. നെക്സ്റ്റ് പോയി ഇവിടെ ഗോ ടു സെറ്റിംഗ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ കാണും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അലോ പെർമിഷൻ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. വാട്സാപ്പിൽ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ മെസ്സഞ്ചറിലും ഒക്കെ ആരെങ്കിലും മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഏറോ മാർക്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ക്ലോസ് കൊടുക്കുക. ഓക്കെ, ക്ലോസ് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ ഇതിൽ മെസ്സേജുകളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ മറ്റൊരു മൊബൈലിൽ നിന്നും എൻ്റെ ഈ ഒരു വാട്സാപ്പിലേക്ക് ഞാനിപ്പോൾ മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ മറ്റൊരു മൊബൈലിൽ ഞാനിപ്പോൾ ഹായ് എന്ന് വിടുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ സെൻഡ് ചെയ്യാണ്. ഇപ്പോൾ എൻ്റെ വാട്സാപ്പിലേക്ക് ഞാൻ സെൻഡ് ചെയ്തു. അവിടെ തന്നെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുക്കുകയാണ്. ഓക്കെ, ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുത്തു. അതിനുശേഷം ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇവിടെ വിടുകയാണ്. ഓക്കെ, ഇപ്പോൾ വോയിസ് മെസ്സേജ് ഞാനിപ്പോൾ ഇവിടെ സെൻഡ് ആക്കുന്നുണ്ട്. കുറച്ച് നേരം വോയിസ് മെസ്സേജ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ട് ഇവിടെ സെൻഡ് ചെയ്തു. സെൻഡ് ചെയ്ത ഉടനെ തന്നെ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചു. ഇവിടെ ഡിലീറ്റ് ഫോർ എവരിവൺ തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ രണ്ട് മെസ്സേജും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ മൊബൈലിൽ എങ്ങനെയാണ് വന്നെന്ന് നോക്കാം. ഇതിലിപ്പോൾ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ട് ഒരുപാട് മെസ്സേജ് വരുന്ന വാട്സപ്പാണ് എൻ്റെത്. ഓക്കെ, ഇവിടെ നമുക്ക് വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കാം. ഇവിടെ ഏറ്റവും മുകളിലുള്ള ഈ ഒരു ID, ഇതിലാണ് ഞാനിപ്പോൾ രണ്ട് മെസ്സേജ് അയച്ചത്. രണ്ടും ഡിലീറ്റഡ് ആണ്. ഓക്കെ, ഇവിടെ ഞാൻ ആപ്ലിക്കേഷൻ തുറക്കുകയാണ്. ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ആ ഒരു ID നിങ്ങൾ കാണാൻ സാധിക്കും. ഓക്കെ, അതാണ് ഞാനിപ്പോൾ മെസ്സേജ് അയച്ചത്. വോയിസ് മെസ്സേജും ഹായ് എന്ന് അയച്ചതും ഇവിടെ കാണുന്നുണ്ട്. വോയിസ് മെസ്സേജ് ഇവിടെ ഒന്നും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. പക്ഷേ നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഓഡിയോ എന്ന ഭാഗത്തല്ല, വോയിസ് എന്ന ഭാഗത്ത് തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ അയച്ച മെസ്സേജ് കൊണ്ട് വേറൊരാളും ഇതുപോലെ അയച്ച മെസ്സേജും വോയിസ് മെസ്സേജും ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ആര് വോയിസ് മെസ്സേജ് അയച്ചാലും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിവിടെ കേൾക്കാൻ സാധിക്കും. അതിൻ്റെ വോയിസ് എന്താണെന്ന് ഞാനിപ്പോൾ ഇവിടെ കേൾപ്പിക്കുന്നില്ല. കാരണം ഞാനിപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്ത് അയക്കുമ്പം തന്നെ ഒരുപാട് കലപില ശബ്ദങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് നിങ്ങൾ കേൾപ്പിക്കാതിരുന്നത്. എന്തായാലും വളരെ നല്ല ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഞാനിത് ഒരുപാട് തവണ ഉപയോഗിച്ച് നോക്കി ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളുമായിട്ട് ഞാനിത് ഷെയർ ചെയ്തത്. ഞാൻ ഈ കാണിക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്സാപ്പിൽ ആര് മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ കാണാൻ സാധിക്കും. അതും വോയിസ് മെസ്സേജും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കേൾക്കാനും സാധിക്കും. ഉപയോഗിച്ച് നോക്കിയിട്ട് എന്തായാലും ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടുന്നില്ല എങ്കിൽ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് യൂട്യൂബ് ചാനലിൽ ഇതേ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കൊടുക്കുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഒരാൾ മെസ്സേജ് അയച്ചു ഉടനെ തന്നെ ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ടെക്സ്റ്റ് മെസ്സേജും വോയിസ് മെസ്സേജും എന്താണെന്ന് നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും. പക്ഷേ ഫോട്ടോസോ വീഡിയോസോ ഇതുപോലെ ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫോട്ടോസാണ് വീഡിയോസ് ആണ് എന്ന് മനസ്സിലാക്കാമെന്നല്ലാതെ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്ത് തന്നെയായാലും
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.